ഹലോ ഐസേ ലവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് മക്കളുടെ ടിഫിനിൽ ഞാൻ എന്തൊക്കെയാണ് പാക്ക് ചെയ്തതെന്ന് നോക്കാമേ. ആദ്യം തന്നെ നമ്മൾ ചപ്പാത്തി എഗ് റാപ്പാണ് ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്തു വിടുന്നത്. അതിനാദ്യം തന്നെ ഒരു പാനിൽ സ്വല്പം എണ്ണ ഒഴിച്ച് ഒരു പ്ലെയിൻ മുട്ട ഇച്ചിരി ഉപ്പ് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. ഓൾറെഡി ഉണ്ടാക്കി വെച്ച ചപ്പാത്തി അതിലേക്ക് വെച്ച് കൊടുക്കുക. അതൊന്ന് കുക്കാവുന്നതിന് മുന്നേ, എന്നാലാണ് ഒട്ടിപ്പിടിക്കുള്ളൂ. പിന്നെ അത് തിരിച്ചിട്ടിട്ട് ആ മുട്ടയുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസ് കേട്ടോ, ഞാൻ കുറച്ച് സവോളയും പിന്നെ ക്യാരറ്റും തക്കാളിയും ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മൊസറല്ല ചീസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ വെച്ചിരുന്നത് ഇതിൻ്റെ അകത്ത്. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് മടക്കി നന്നായി ഒന്ന് പ്രസ് ചെയ്ത് തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി ചപ്പാത്തി എഗ് റാപ്പ് ഇവിടെ റെഡിയായി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് സ്നാക്ക് തയ്യാറാക്കണ്ടേ. നല്ല മാമ്പഴം കിട്ടിയിരുന്നു, അതൊരെണ്ണം എടുത്ത് പീൽ ചെയ്ത് കട്ട് ചെയ്ത് പ്യൂരിയാക്കി വെക്കുക. പിന്നെ ഒരു ബൗളിൽ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, 1/2 കപ്പ് പാല് റൂം ടെമ്പറേച്ചറിലുള്ളത്, പിന്നെ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, നമ്മൾ അടിച്ചു വെച്ച മാംഗോ പ്യൂരി 1/2 കപ്പ്, 1/4 കപ്പ് എണ്ണ, അതായത് ഓയിൽ, വെളിച്ചെണ്ണയല്ല കേട്ടോ, കുക്കിംഗ് ഓയിൽ ചേർത്ത് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ എഗ്ലെസ് വേർഷനാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് മുട്ടയില്ല. അപ്പം ഇതിലേക്ക് മാവ് 1 കപ്പ് ഇട്ട് കൊടുക്കുക. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു വിസ്കോ ഫോർക്കോ വെച്ച്. ഇനി ഇത് നമ്മുടെ ഈ ബാറ്റർ സ്കൂപ്പ് ചെയ്തിട്ട്, ഞാൻ ഈ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യുന്ന സ്കൂപ്പറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെ സ്കൂപ്പ് ചെയ്തിട്ട് നമ്മുടെ പാൻ ഉണ്ടല്ലോ, ഉണ്ണിയപ്പച്ചട്ടി, അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ്, അത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി മിനി മാംഗോ കേക്ക് ഇവിടെ റെഡിയായി കിട്ടും. ഇത് നല്ല കിടു ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കാൻ എളുപ്പമല്ലേ. ഓവണില്ലാത്തവർക്കും ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. പിള്ളേർക്കും കഴിക്കാൻ എളുപ്പമായിരിക്കും. ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ, നല്ല സോഫ്റ്റ് ആൻഡ് യമ്മിയാണ്. അപ്പോൾ ഇതാണ് ഞാൻ അവർക്കിന്ന് സ്നാക്കിന് കൊടുത്തു വിടാൻ തയ്യാറാക്കിയത്. ഇനി നമുക്ക് അസംബ്ലി. അപ്പോൾ നമ്മൾ ടിഫിൻ എടുക്കുക. പലരും ചോദിക്കാറുണ്ട് ടിഫിൻ ഏതാണ്. ഇത് ഞാൻ അമേസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. വർഷങ്ങളായി, 11 വർഷമായി ഞാൻ ഈ ബ്രാൻഡ് തന്നെ ഉപയോഗിക്കുന്നു. ലഞ്ച് ബോട്ട്സ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇതിനെപ്പറ്റി ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്, പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ സെർച്ച് ചെയ്താൽ ലിങ്ക് കിട്ടും. ഇതിൻ്റെ പല മോഡലുണ്ട്. ഞാൻ ഡ്രൈ സ്നാക്കിൻ്റെ വേർഷനാണ് മേടിച്ചിരിക്കുന്നത്. കാരണം പിള്ളേർക്ക് ഡ്രൈ ഫുഡേ കൊടുത്തു വിടാൻ പറ്റുള്ളൂ, ഗ്രേവി കൊടുത്തു വിടാൻ പറ്റില്ല. അപ്പോൾ ലീക്ക് പ്രൂഫ് വേണമെങ്കിൽ അങ്ങനത്തെ ടിഫിൻ വേറെ ഉണ്ട് കേട്ടോ അവരുടെ ബ്രാൻഡിൽ. അപ്പോൾ നമ്മുടെ ചപ്പാത്തി എഗ് റാപ്പ് ഞാനൊന്ന് കട്ട് ചെയ്തു, എളുപ്പത്തിൽ അവർക്ക് കഴിക്കാൻ വേണ്ടി കട്ട് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ സ്നാക്ക് നമ്മുടെ മിനി മാംഗോ കേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് 2 എണ്ണം. പിന്നെ ഇന്ന് ഫ്രൂട്ടിന് അവർക്ക് സ്ട്രോബെറിയാണ് വെച്ച് കൊടുക്കുന്നത്. മക്കൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഹാഫ് പോർഷൻ കഴിച്ച് പാലും കുടിച്ച് കാടമുട്ട കഴിച്ചിട്ടാണ് പോവാറ് കേട്ടോ. ഇത് 9 o'clockനാണ് അടുത്ത അവർക്ക് ഫസ്റ്റ് ബ്രേക്ക്. പിന്നെ 12-ന് 2:30 അവർ വീട്ടിൽ വരും. വീട്ടിൽ വന്ന ശേഷം ലഞ്ച് കഴിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അവരിന്ന് ടിഫിനൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് സ്കൂളിൽ പോയിട്ടുണ്ട്. വീണ്ടും നമുക്ക് നാളെ അടുത്ത സെറ്റ് ടിഫിനായിട്ട് കാണാമേ. ബൈ ബൈ, സ്റ്റേ സേഫ്.